കാസർഗോഡ് കുബണ്ണൂരിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വീണ്ടും തീപിടുത്തം. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. നാട്ടുകാരാണ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചത്. രണ്ടാഴ്ചകൾക്ക് മുൻപും ഇവിടെ തീപിടുത്തം ഉണ്ടായിരുന്നു. അർജുൻ ഹേമ നൽകും വിവരങ്ങൾ. അർജുൻ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തീ ആളിപ്പടരുന്നുണ്ട്. ഇപ്പോൾ തീ അണയ്ക്കാനായിട്ടുണ്ടോ? വലിയ പുകയും കാണുന്നുണ്ടല്ലോ. വിനീത, നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. അത് അണയ്ക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്ത് എത്തിയതിന് പിന്നാലെയാണ് ഈ മാലിന്യ പ്ലാന്റിനുള്ളിലെ ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. അത് പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണ വിധേയമെന്നാണ് അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 1:30 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനുള്ളിൽ ഈ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് നാട്ടുകാർ തന്നെയാണ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത്. കാരണം ഈ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പുക വമിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് കണ്ട് നാട്ടുകാർ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആദ്യം ഉപ്പള ഫയർഫോഴ്സിന്റെ ആദ്യ യൂണിറ്റാണ് അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കാസർഗോഡ് നിന്നും 2 യൂണിറ്റ് കൂടി സംഭവ സ്ഥലത്തെത്തി. അത്തരത്തിൽ 3 യൂണിറ്റിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടരുകയും അതിപ്പോൾ തുടർന്നുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ തീ നിയന്ത്രണ വിധേയമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം പറയാൻ തയ്യാറാകുന്നത്. കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ്, അതായത് എന്തുകൊണ്ടാണെന്നാണ് വിശദീകരിക്കുന്നത്. അടുത്ത വീടുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? തീർച്ചയായും ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപെന്ന് പറയുമ്പോൾ ഈ മാസം 13-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മംഗൽപാടി പഞ്ചായത്തിനുള്ളിൽ ഈ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഏകദേശം 3 ഏക്കറിലാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് വിസ്തീർണമായി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖല കൂടെയാണ്. അടുത്ത് വലിയ ആശങ്കയാണ്. അപ്പോൾ നമ്മളെയൊക്കെ ഇത്തരത്തിൽ വിവരം അറിയിക്കുന്നത് ഈ ജനങ്ങൾ തന്നെയാണ്. അവർ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നിലവിൽ ഇന്ന് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായ തീപിടുത്തം ഈ കനത്ത ചൂടിനെ തുടർന്നൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലും ഈ കാസർഗോഡ് ജില്ലയിലടക്കം ഈ വലിയൊരു ചൂട് നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലാണെങ്കിൽ അങ്ങനെ ആകാം തീപിടുത്തം ഉണ്ടായത് എന്നുള്ളൊരു പ്രതികരണം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗിക ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല. അർജുൻ ഹേമയാണ് വിവരങ്ങൾ നൽകിയത്.